നമസ്കാരം. സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം പ്രഥമ അധ്യാപകനെ മർദ്ദിച്ച 18-കാരൻ ലഹരിക്കടിമയെന്ന സൂചന. വർക്കല ഇലകമൺ ഹരിഹരപുരം സെയിന്റ് തോമസ് യു.പി. സ്കൂളിലെ പ്രഥമ അധ്യാപകൻ ജെ അൻസലാം ഹിലാരിക്കാണ് മർദ്ദനമേറ്റത്. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം. സ്കൂൾ കഴിയുന്ന സമയത്തായിരുന്നു യുവാവിന്റെ പരാക്രമം. സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അക്രമം. സ്കൂൾ പരിസരങ്ങളിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ലഹരി ഉപയോഗം കാരണമുണ്ടാകുന്ന അക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് പുതിയ സംഭവം. സ്കൂൾ വളപ്പിൽ അതിക്രമിച്ചു കയറിയായിരുന്നു യുവാവിന്റെ പരാക്രമം. സ്കൂൾ വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികളുടെ ബാഗുകൾ യുവാവ് ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. തടയാൻ ശ്രമിച്ചപ്പോഴാണ് പ്രഥമ അധ്യാപകനായ അൻസലാം ഹിലാരിയെ യുവാവ് ആക്രമിക്കുന്നത്. സ്കൂളിന്റെ വാതിലും ജനലും ചവിട്ടി തകർക്കാൻ ശ്രമിക്കുകയും പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഗ്ലാസ് യുവാവ് ഇടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. ഈ സമയം വാഹനത്തിലും പരിസരത്തും സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു. കഷ്ടിച്ചാണ് കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. വർക്കല തീരം കേന്ദ്രീകരിച്ചുള്ള മാഫിയയാണ് ഈ സ്കൂളിലും മയക്കുമരുന്ന് വിതരണം നടത്തുന്നത്. നിരവധി പേർ ഇതിന്റെ ഇരകളാണ്. പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിരോധം നടത്തി. ഇതിലുള്ള പകയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. തകർന്നു വീണ ഗ്ലാസിന്റെ ചില്ലുകൊണ്ട് ആക്രമിക്കാൻ യുവാവ് തുനിഞ്ഞെന്നും അൻസലാം ഹിലാരി പറഞ്ഞു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ യുവാവിനെ പിടികൂടി അയിരൂർ പോലീസിൽ ഏൽപ്പിച്ചു. തലയ്ക്കും നെഞ്ചിനും മർദ്ദനമേറ്റ അൻസലാം ഹിലാരിയെ വർക്കല താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. യുവാവിന്റെ പരാക്രമം അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഇടയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. നാട്ടുകാരും പ്രതിരോധം ശക്തമാക്കും. ടൂറിസത്തിന്റെ മറവിൽ ഈ മേഖലയിൽ ലഹരി മാഫിയ സജീവമാണ്. ഇവർ കുട്ടികളെയും ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന് തടസ്സം നിൽക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതാണ് രീതി. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര കുറ്റവാളിയെ വർക്കലയിൽ നിന്നും പിടികൂടിയിരുന്നു. അമേരിക്കയുടെ പ്രധാന നോട്ടപ്പുള്ളിയായിരുന്നു ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകാരൻ. സ്ഥിരമായി വർക്കലയിൽ എത്തിയിരുന്ന ഇയാൾ ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് കഞ്ചാവ് കച്ചവടവും മറ്റും നടത്തിയിരുന്നു. ഈ സംഘത്തിലുള്ളവരാണ് സ്കൂളിൽ പ്രശ്നമുണ്ടാക്കിയതെന്ന് സംശയമുണ്ട്. എന്നാൽ ലഹരിയുടെ കാണാക്കയങ്ങളിലേക്ക് പോലീസ് അന്വേഷണം നീണ്ടുപോകുന്നില്ല. ഇതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്നാണ് സൂചന. വലിയ സാമ്പത്തിക കരുത്താണ് വർക്കലയിലെ ലഹരി മാഫിയയ്ക്കുള്ളത്. ഉന്നത രാഷ്ട്രീയക്കാരുമായും അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരിക്കാർക്കെതിരെ നടപടിക്കിറങ്ങിയാൽ പണി കിട്ടുമോ എന്ന ഭയം പോലീസിനുമുണ്ട്. ലഹരി വിൽപ്പനയെ എതിർത്താൽ അടിയും വെട്ടും ഉറപ്പാണെന്ന് നാട്ടുകാരും പറയുന്നു. ലഹരി മാഫിയകൾ പിടിമുറുക്കിയ ഇവിടെ ഗ്രാമവാസികൾ ആശങ്കയുടെ മുൾമുനയിലാണ് കഴിയുന്നത്. പലയിടങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പോലും രക്ഷകർത്താക്കൾ മടിക്കുന്നു. കഞ്ചാവ് വിൽപ്പനയും അതിന്റെ ഉപഭോഗവും വലിയ തോതിൽ ഗ്രാമത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. ലഹരി വിൽപ്പനക്കാർ ഏത് കോണിലുമുണ്ട്. വിവിധതരം ലഹരി വസ്തുക്കൾ ഏത് സമയത്തും യഥേഷ്ടം ലഭിക്കുമെന്ന സാഹചര്യമാണ്. വിൽപ്പനയെ എതിർത്താൽ ആക്രമണം ഉറപ്പാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ചെമ്മരുതിയിലെ ചാവടിമുക്കിൽ ലഹരി മാഫിയയുടെ ആക്രമണം ഉണ്ടായെങ്കിലും പോലീസ് ഫലപ്രദമായി ഇടപെട്ടില്ല. ചാവടിമുക്ക് മേഖലയിൽ കഞ്ചാവും മയക്കുമരുന്നുകളും വ്യാപകമായി വിൽപ്പന നടക്കുന്നെന്നും വിദ്യാർത്ഥികളിൽ ലഹരി ഉപഭോഗം വർദ്ധിക്കുന്നുവെന്നും വ്യാപക പരാതി ഉയർന്നിരുന്നു. തുടർന്നാണ് പ്രദേശവാസിയായ അനു എന്ന യുവാവ് സ്കൂൾ അധികൃതർക്കും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയത്. ഇതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ഒരു സംഘം ആക്രമിച്ചിരുന്നു. അനു മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയും തേടിയിരുന്നു. തുടർന്ന് എക്സൈസ് സംഘം മേഖലയിൽ മിന്നൽ റെയ്ഡ് നടത്തി ചാവടിമുക്കിലെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1.25 കിലോ മയക്കുമരുന്ന് പിടികൂടി. എന്നാൽ പ്രതിയെ പിടികൂടാനായില്ല. ഇതും മാഫിയയുടെ സ്വാധീനം കാരണമാണ്. വർക്കലയിൽ ലഹരി സംഘങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയതിന്റെ പകയിൽ വയോധികനെ വെട്ടിക്കൊന്ന സംഭവം ഡിസംബറിലുണ്ടായി. താഴെവെട്ടൂർ സ്വദേശി ഷാജഹാനാണ് കൊല്ലപ്പെട്ടത്. തീരദേശ മേഖലയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി ഷാജഹാനും ബന്ധുവായ മത്സ്യത്തൊഴിലാളിയും ചേർന്ന് വർക്കല പോലീസിനെ അറിയിച്ചിരുന്നു. പരാതി നൽകിയതിലെ വൈരാഗ്യം കാരണം ലഹരി മാഫിയ സംഘം ഷാജഹാന്റെ ബന്ധുവായ മത്സ്യത്തൊഴിലാളിയെ മർദ്ദിച്ചിരുന്നു. ഇത് സംബന്ധിച്ചും വർക്കല പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് 6 അംഗ സംഘം വയോധികനെ ആക്രമിച്ചത്. ഷാജഹാൻ കടൽ തീരത്ത് കൂടി ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവേ പതിയിരുന്ന സംഘം മാരകായുധങ്ങളുമായി ആക്രമിച്ചു കൊല്ലുകയായിരുന്നു.